ഗൈസ്, നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നത് കണ്ണൂരിലുള്ള നെഹദി മന്തിയിലാണ്. ഏകദേശം ഒരു മാസത്തോളമായി ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് എപ്പം നോക്കിയാലും ഒട്ടുക്കത്തെ തിരക്കാണ്. ഞാനിന്ന് കൃത്യമായിട്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമായ 12 മണിക്ക് തന്നെ അവിടെ പോയി. എന്നിട്ടും ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ഒരുവിധം റെസ്റ്റോറൻറ്റ് സ്പേസ് മുഴുവൻ ഒക്യുപ്പൈഡ് ആയിരുന്നു. അത് ഞാൻ മെനു ഒക്കെ ഒന്ന് തറവായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ മനസ്സിൽ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ഞാൻ നെഹദി മന്തി ബാംഗ്ലൂരിൽ നിന്ന് ഇവരുടെ മട്ടൺ കഴിച്ചിട്ടുണ്ട്, ഞാനൊരു ഫാനുമാണ്. പക്ഷേ ഇന്ന് പതിവിൽ വിപരീതമായിട്ട് ഒരു സാലഡിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു നെഹദി മന്തിൻ്റെ ഐറ്റം ആയിരുന്നുകൊണ്ട്, പക്ഷേ അത് ഭയങ്കര ഒരു പുളിയുള്ളൊരു സാലഡായിരുന്നു. എനിക്കത് തീരെ അപ്പറ്റൈസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. ഈവൻ ഞാൻ ആ സാലഡ് കഴിച്ച് തീർത്തിട്ടുമില്ല. അപ്പോൾ അതിനുശേഷം പാലറ്റൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു സൂപ്പ് പറയാമെന്ന് വിചാരിച്ചു. മട്ടൺ ഷോർബ എനിക്കത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൊറിയാൻഡറിൻ്റെ ഒക്കെ ഒരു പച്ചമല്ലിയുടെ ഒക്കെ ടേസ്റ്റ് കൂടുതലായിട്ടും എടുത്ത് നിൽക്കുന്ന ഒരു സൂപ്പായിരുന്നു. ഭയങ്കര ഒരു നല്ലൊരു ഫീല് തരുന്ന ഒരു സൂപ്പ് തന്നെയായിരുന്നു. അതിൻ്റെ കൂടി ഒരു ചെറിയ പീസ് ഓഫ് മട്ടനും അതിലുണ്ടായിരുന്നു. അതിനുശേഷം അവിടുത്തെ സ്റ്റാർ ഐറ്റം ആയിരിക്കുന്ന മട്ടൺ മന്തി ഹാഫാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ബീഫ് തവ. അത് ഞാൻ റൈസ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ മീറ്റ് മാത്രം, ബീഫ് തവ മാത്രം ഹാഫായിട്ട് പറഞ്ഞു. അത്യാവശ്യം ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മട്ടൻ മന്തി ഒരു രക്ഷയുമില്ല ഗൈസ്. എൻ്റെ ലൈഫിൽ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ കഴിക്കുന്ന ഒരു മന്തിയുടെ ഒരു ഫീൽ ആൻഡ് ക്വാളിറ്റിയാണ് ഈ ഒരു മട്ടൻ മന്തിക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അത് ഭയങ്കര വലിയൊരു സംഭവമാണ്. അത് ടച്ചിൽ തന്നെ ഫാൾ ഓഫ് ദ ബോൺ ആയി പോകുന്ന കൈൻഡ് ഓഫ് മീറ്റ്. അത്രയും നിങ്ങൾക്ക് ആ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ആ ഒരു മന്തി റൈസും ആ ഒരു മീറ്റും മയണൈസും അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഓരോ പ്രാവശ്യവും വീണ്ടും വീണ്ടും ക്രേവ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ ഒരു മട്ടൻ മന്തി എന്ന് പറഞ്ഞാൽ. ഞാൻ വിശ്വസിക്കുന്നത് മട്ടൻ മന്തിയുടെ ഒരു ഫീല് നിങ്ങൾ ചിക്കനോ ബീഫോ എന്ത് കഴിച്ചാലും കിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത ആ ഒരു ഐറ്റം ബീഫ് തവ, ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അത് വെറൈറ്റിയാണ്. ആദ്യമായിട്ടൊക്കെ കഴിക്കാൻ ഒരു പ്രാവശ്യമൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ എന്തോ ദ ഫ്ലേവർ ഓഫ് ദ ബീഫ് വാസ് ലിറ്റിൽ മിസ്സിങ് ഇൻ ദാറ്റ് എന്ന് എനിക്ക് തോന്നി. മട്ടൺ കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ തന്നെയാണ് മുന്നിലോട്ടേക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. ബീഫ് കൂടുതലും ഇന്ത്യനൈസ്ഡ് രീതിയിലാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ മസാലാസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എനിക്കത് നല്ല പീസ് ഓഫ് ബീഫും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഹാഫിന്ന് 460 രൂപയാണ് മറ്റേ ഉണ്ടായിരുന്നത്. അത് കഴിച്ച് തീർക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയധികം മീറ്റ് അതിലുണ്ടായിരുന്നു. പക്ഷേ എന്തോ അതിൽ ഫ്ലേവർ കുറച്ച് മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും സെക്കൻഡ് ടൈം എന്തായാലും ഒരിക്കലും ഓർഡർ ചെയ്യാൻ പോകുന്നില്ല. മട്ടനിലോട്ടേക്ക് തന്നെ ആയിരിക്കും വീണ്ടും ഞാൻ പോവുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നെഹദി മന്തി കണ്ണൂർ വിസിറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല മന്തി പ്ലേസസ് കണ്ണൂരും തലശ്ശേരിയും കോഴിക്കോടൊക്കെ ആയിട്ട് അറിയുകയാണെങ്കിൽ കമൻസ് ആയിട്ട് ഇടും. എന്തായാലും നമുക്ക് അവിടെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഗൈസ്. അതുപോലെ തന്നെ കമൻസ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം എന്തായാലും കമൻസ് ആയിട്ട് ഇടൂ. ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇറ്റ് ആൻഡ് നോ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ വീഡിയോ ആൻഡ് അതർ